ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. നാളെ ഷാസ് പോവുകയാണ് ഗൈസ്. രാത്രിയല്ല, രാവിലെ വെളുപ്പിന് പോകും. അപ്പം എനിക്ക് അവനെ വെളുപ്പിന് കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിടണം. ബട്ട് ടുഡേ നൈറ്റ്, ഇത് തലേദിവസമാണ്. അപ്പം നാളെ ആയിരിക്കും ഈ വ്ളോഗ് വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ഇപ്പോൾ കാർത്തിയൊക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പം നമ്മൾ അവരൊക്കെ ആയിട്ട് കൊക്കോട്രിയിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലിരിക്കുകയാണ് ഗൈസ്. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫുഡ് അടിക്കാം എന്നുള്ളൊരു സംഭവം. അപ്പോൾ എന്നിട്ട് രാവിലെ അവനെ കൊണ്ട് എയർപോർട്ടിൽ വിടുന്നു. അവൻ രാവിലെ തന്നെ തിരിച്ച് ദുബായിക്ക് പോകും. പിന്നെ മാർച്ചിലേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം ഗൈസ്. ഡിന്നർ ടൈം. അവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് എന്തായാലും വിശക്കുന്നുണ്ട്. കാർത്തിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് തിരുവനന്തപുരത്തോട്ട്. സോ അതിന് മുമ്പേ എന്തെങ്കിലും ഫുഡും അടിച്ചിട്ട് നേരെ പോവർ. അപ്പം സി യു ഗൈസ്. കുറച്ച് നാളായി ട്വിക്സിനെ കണ്ടിട്ട്. എങ്കിൽ ട്വിക്സിന്റെ ഫാൻസ് ഇവിടെ വാടാ. ഒരു മൈൻഡിലാവണമെങ്കിൽ സെലിബ്രിറ്റികളെ കാണാൻ. അങ്ങനെ ഗൈസ്, കുറച്ച് പേര് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ്. കുറച്ച് പേര് നാളെ രാവിലെ ആകുമ്പോൾ ദുബായിക്ക് പോകും. ദുബായിക്ക് പോകും. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്ന സൗണ്ട് ട്രാക്ക് അല്ല, എന്നാലും ഇരിക്കട്ടെ. ഒരു വൈബ്. കോപ്പിറൈറ്റ് ഒന്നും അടിക്കരുത്. ഇങ്ങനത്തെ താളത്തിലൊക്കെ പാടി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. എന്താണ് നിന്റെ കയ്യില്? ടെക്സ്റ്റ് ബുക്കാ? സയൻസ് ബുക്കാ? നീ ഇതൊക്കെ വായിക്കാറുണ്ടോ? നീ വായിക്കാം. സെറ്റ്. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ എന്താണ് എന്തോ ചളിയടിക്കാനുള്ള വരവാണ്. പറ, ഇതല്ലോ പറ. അതിന്റെ ഓണർക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പൊ എപ്പോഴും എന്നാക്കി കൊക്കോട്രി എന്നായി. മൈ ഗോഡ് ഗൈസ്, കാർത്തിക് സൂര്യ ഈ ബ്ലോഗിന്റെ ഐശ്വര്യം ഈ ചാളു. അപ്പൊ ശരി ഗൈസ്, നമ്മള് നേരെ കൊക്കോട്രി പോയിട്ട് എന്തെങ്കിലും ഫുഡ് അടിക്കാന്നുള്ള പ്ലാനിലാണ്. കാണാം. ബൈ. കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലാരും. സന്ദീപേ ഹായ്, സോനു ഹായ്. ഡ്രസ് ലെച്ചസ് കഴിക്കാൻ വേണം. ഷാരു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാം. ബൈ ഗൈസ്. ഞാൻ ഈ ഫാൻസിയഡ് സീബാസ് ആൻഡ് പ്രോൺ റിസോർട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ലാസ്റ്റ് ടൈം വന്ന് കഴിച്ചായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സോ ലെറ്റ് മീ ട്രൈ ഇറ്റ്. അത് വരുമ്പോ കാണാം. അവരൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ഓ കേട്ടോ, ഡെക്കറേഷൻ കേട്ടോ. ഒന്നും മനസ്സിലാവില്ല. അയ്യോ ചാടം. ഓ വാവ് ഗൈസ്, ഇതൊക്കെ മോൺസ്റ്റർ ഡിസൈനില്, ഇലയുടെ ഷേപ്പില്. അതോ ഇവിടെ മോൺസ്റ്റർ ഉണ്ടല്ലേ. ഓ മോൺസ്റ്ററയുടെ ഡിസൈനില് ഇവര് സൂപ്പില് ഇത് ചെയ്തേക്കുന്നു ഗൈസ്. ഗാർണിഷ് കൊള്ളാം. ക്രൂട്ടോൺസ് കൊള്ളാം. നല്ല. ഈ ബ്രെഡ് എടുത്ത് തിന്നാ വേണ്ട, അത് തിന്ന ആളുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് യമ കൈയൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ. ബാക്കിയുള്ളവർ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഓക്കെ. യമ പിന്നെ ഒരു ബോധമില്ല. ശരി ഗൈസ്, നമ്മളെ ഫുഡൊക്കെ വരട്ടെ. ബൈ ഗൈസ്. ഇവിടുത്തെ കറി ചിക്കൻ ടെൻഡേഴ്സ് അത്യാവശ്യം ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. വിശന്ന് കുടല് കത്തിയിരിക്കുന്ന കുറെ പേര്. സാധനങ്ങൾ വരട്ടെ ഗൈസ്, കാണിച്ചു തരാം. എൻ്റെ ഫിൽട്ടർ കോഫി ഒന്നും എനിക്ക് ടോൺസിൽസ് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ് ഞാനൊരു ചേഞ്ചിന് ഫിൽട്ടർ കോഫി ഒക്കെ ഇപ്പൊ കുടിക്കണം. മധുരമല്ല ഗൈസ്, ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ഒക്കെ ഇട്ട് കാപ്പി കുടിക്കും. ഇതില് മൊത്തം പദം മാത്രമേ ഉള്ളൂ. എന്റെ എത്ര കൈയിടാ, ഞാൻ മറ്റേ രാവണനാ. കുഴപ്പമില്ല, രാവണന് ഈ കൈ ഉണ്ടായിക്കോട്ടെ. പുരാണത്തിലില്ലാത്തൊരു ടെസ്റ്റ്. ചായ അടിക്കുന്ന ശ്വാസം. എനിക്ക് വേണ്ടി ചായ അടിച്ചു തരാണ്. ചായ അല്ല, കാപ്പി. ഓ നൈസ് ഗൈസ്. എന്റെ അമ്മേ, അതാ പേരായോ ഗൈസ്. ഇതൊരു പ്രത്യേകതരം ഇവിടെ മാത്രം കിട്ടുന്ന പിസ്സ പോലെയാണ്. ഫ്ലാറ്റ് ബ്രെഡ് എന്ന് പറയും. ഇത് ഫ്ലാറ്റ് ബ്രെഡാ. കഴിച്ചോ. എല്ലാരും ഫ്ലാറ്റ് ബ്രെഡ് തിന്നുന്ന സംഘം. ആരും ആദ്യമായിട്ടാണ് ഫ്ലാറ്റ് ബ്രെഡ് കഴിക്കുന്നത്. ഓ ഫോണി അറിയാം. നീയാണോ? അപ്പം ഫ്ലാറ്റ് ബ്രെഡ് കഴിക്കുന്ന വർഷ. ഇതും പിസ്സയുടെ വല്ല വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലേ, മറ്റേ തിക്കൊന്നും അല്ല, കുറച്ച് ഇത്തിരി സോഫ്റ്റ് ആണ്.
നീ കഴിച്ചില്ലേ? കഴിക്കടാ. പിസ്സ വേണ്ട സ്ഥലം. ഇത് പിസ്സ അല്ല, ഫ്ലാറ്റ് ബ്രെഡ് ആണ്. എന്തായാലും വേണ്ട. ചീസ് ഉണ്ടായിരുന്നു. ചീസ് മാറ്റി വെച്ച് കഴിച്ചാൽ മതി. ചീസ് മാറ്റിയല്ലാത്ത പിന്നെ എന്താ ഇരിക്കണം? ചീസ് മാറ്റിയ കുറച്ച് ചിക്കനൊക്കെ അടപ്പുണ്ടല്ലേ. ചിക്കൻ തിന്ന്. ചിക്കൻ കൊള്ളാം. ഇതാണ് ഫ്ലാറ്റ് ബ്രെഡ്. എന്തോ ചിക്കൻ ആണ് തോന്നുന്നത്. ഏകദേശം പിസ്സ പോലെ തന്നെ അതേപോലെ ടോപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് സംഭവം അതിവിടെയാണ്. ഇത് സാലഡാണ്. സോന് ഭയങ്കര ഹെൽത്തി കുട്ടനാണ്. ഓ, അതിപ്പോ കഴിച്ച നീ പ്രോട്ടീൻ ഡയറ്റ്. ഇവരൊക്കെ ഹെൽത്തി കുട്ടപ്പന്മാരായ കേസ്. ഞാൻ എല്ലാവരുടെയും സാലഡ് ടെസ്റ്റ് ചെയ്യേണ്ട സമയം. ഇത് തായ് ചില്ലി സാലഡ് എന്തോ എല്ലാം കൂടെ എടുക്കുക ഗൈസ്. കൊള്ളാം. സാലഡ് ഇവന്റെ സാലഡ് കൊള്ളാം ഗൈസ്. നീ അടുത്ത സാലഡ് അറ്റാക്ക് ചെയ്യാം ഗൈസ്. ഒരു മുട്ട ആയിരിക്കും. അയ്യോ, കുറച്ചൊന്ന് മുട്ട അവിടെ ഇവിടെ തട്ടിപ്പൊട്ടി. ഭയങ്കര റിഫ്രഷിങ് സീസർ സാലഡ് കൊള്ളാം. ഇത് സൂപ്പർ കേട്ടോ ഗൈസ്. ഈ ഫ്ലാറ്റ് ബ്രെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഫ്ലാറ്റ് ബ്രെഡ് ട്രൈ ചെയ്യുക ഗൈസ് എല്ലാവരും. നല്ല ടേസ്റ്റ് ഗൈസ്. ഇതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. സ്പൈസ് ഗ്രിൽഡ് ചിക്കൻ, റോസ്റ്റ് ചിക്കനാണ്. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ എണീക്കൂല മൂത്രം ഒഴിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് ഈ സാധനം റീസ്റ്റാർട്ട് ഓ, ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് കട്ട് കാണാം. ഗുഡ് സാധനം. എങ്ങനെയുണ്ട് വർഷ? സൂപ്പർ അല്ലേ? അവള് സെയിം സാധനം തന്നെ കഴിച്ചു. ആ സോസ് മുക്കി കഴിയാ. നല്ല ജ്യൂസി ചിക്കനാണ് ഗൈസ്. അതിൽ നിന്ന് ജ്യൂസ് ഒന്നും വേണം കണ്ടില്ലല്ലോ. എന്റെ സാധനം വരട്ടെ. മീന്റെ മണം. ഇത് മീൻ. ഇത് ചോറും മീൻകറി. സ്പാനിഷിലെ ചോറാണ് ഗൈസ്. ഇറ്റലിയിലെ ചോറാണ്. ഇത് എന്റെ ഫേവറേറ്റ് സാധനമാണ്. ഇറ്റലിയിലെ ചോറാണ്. നാരങ്ങ എടുക്കുക. സീബാസിന്റെ പുറത്തോട്ട് നാരങ്ങ ഒഴിക്കുക. ഈ ഫിഷില് നാരങ്ങ ഒഴിച്ച് കഴിക്കുന്നത് ഒരു വീക്ക്നെസ് ആണ്. എന്നിട്ട് നമ്മൾ ഇലയൊക്കെ മാറ്റി വെക്കുന്നു. എന്നിട്ട് ഈ ഫിഷ് നമ്മൾ ഇങ്ങനെ തോണ്ടിയെടുക്കുന്നു. ആഹാ, ഓ ഓ ഹോ 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 ഹോ. വാവുള്ളതൊക്കെ ഒരു വിഷയമല്ല. ഊതട്ടെ. ഓ, അല്ല അത് ഞാൻ ടേസ്റ്റിന്റെ എക്സ്പ്രഷൻ കാണിച്ചതാ. ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പുതിയ രീതി. അണ്ണാക്ക് പൊള്ളി നാക്കി ഒട്ടി എന്നിട്ട് പറയണ പൊള്ളിയില്ലാതെ. പ്രോൺസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും കഴിക്കാത്ത സാധനം ഉണ്ടായിരിക്കും. ഓ, അത് ഈ സോസ് ഇവിടെ ആൾക്കാർ അതിനെ അറ്റാക്ക് ചെയ്ത് കഴിച്ചു. വന്നതിനിടയ്ക്ക് പാതി മീനും കാണാനല്ല, ഒന്നും കാണാനില്ല. ഇവിടെ ഈ പ്രോട്ടീൻ തിന്നുന്നവൻ ഡേഞ്ചറാണ് ഫുഡ് അടിക്കുന്നതിന് വരുമ്പോ. ടേസ്റ്റി സാധനം കൊള്ളാം. നല്ല ക്രീമി ആയിട്ടുള്ള റിസോർട്ടോയും നൈസ് സാധനം. നല്ല ട്രബിളും നല്ല ബാസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്. ഫാൻസിയേഡ് സീബാസ് സൂപ്പർ മീൻ വിത്ത് പ്രോൺസ്. പ്രോട്ടീൻ പോലെ. പ്രോട്ടീൻ അവിടെ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ അതൊന്ന് കഴിച്ചിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അവരിത് കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. ഈ സൈഡിലൊക്കെ ഇനിയിപ്പോൾ ഈ സീറ്റിംഗ് ഏരിയ വരും. ഇതാണ് കിച്ചൺ ഏരിയ. കൊള്ളാം, നല്ല രസമുണ്ട് ഗൈസ്. അടിപൊളി സ്ഥലം. 5 ലക്ഷം രൂപ ഉണ്ടാകാനുള്ള വല്ല എളുപ്പ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളടുത്ത് പറയുക. സോനു പല വഴികളും ആലോചിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ജപ്പാനിൽ പോയി വ്ളോഗ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം. പക്ഷേ ഷാസൊക്കെ പറയുന്നത് തന്നെ 5 ലക്ഷം ഉള്ളവർക്ക് ആ ട്രിപ്പിൽ കൂടെ പോകാന്ന്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ 5 ലക്ഷം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ പണി ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. 5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാകാം? അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചോദ്യം. ലെറ്റ്സ് സീ. കിഡ്നി വിൽക്കൽ അല്ലാത്ത ഓപ്ഷൻ, അതാണ് എനിക്ക് വേണ്ടത്. കിഡ്നി വിൽക്കാൻ മനസ്സില്ല, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയും. അപ്പൊ ജപ്പാനിലോട്ടുള്ള ട്രിപ്പിനോടുള്ള ഐഡിയാസ് പറഞ്ഞുതരൂ ഗൈസ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഫുൾ കത്തി വെച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും.
ഇവിടെ അപ്പൊ പോവാറായടാ എല്ലാരും. ഓക്കെ ബൈ ഗൈസ്, ടാറ്റാ. അപ്പൊ എന്താ പറയാൻ വന്നല്ല എന്താ? ആ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറ ഷർട്ട് കണക്കില്ല. ആ അതന്നെ ഇത് റാവുത്തി റാവുത്തി. അപ്പൊ ശരി ഗൈസ്, നമ്മള് അവര് ട്രിവാൻഡ്രത്തോട്ട്, നമ്മളെ വീട്ടിലോട്ട്, നാളെ എവൻ ദുബായിലോട്ട്. സോ സന്ദീപും ഉണ്ട്. സന്ദീപ് ടാറ്റ ബൈ. അപ്പൊ ശരി ഗൈസ്, ടാറ്റ ബൈ.